ഹായ് ഗൈസ്, ഹലോ, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മൾ കുറേ നാളായി ഒരു വീഡിയോ ചെയ്തിട്ട്, അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് മുന്നിൽ വരാം. അപ്പം ഞാൻ എൻ്റെ ടീത്ത് ബ്രേസസിനെ കുറിച്ചിട്ടുള്ള ഒരു ജേണിയാണ്. 3 പ്രാവശ്യമായിട്ടാണ് ഞാൻ എൻ്റെ പല്ല് കെട്ടി വലിച്ച് ഇപ്പോൾ ഉള്ള ആ ഒരു പൊസിഷനിലാക്കിയത്. അപ്പോൾ 3 ഡോക്ടറെ കണ്ടായിരുന്നു. ആദ്യത്തെ ഡോക്ടറിനെ കാണുമ്പോൾ മുന്നേ ഉള്ള എൻ്റെ പല്ലിൻ്റെ കോലമാണിത്. കുറച്ച് തള്ളലും ചെറുതായിട്ട് ഗ്യാപ്പ് ഉണ്ടായിരുന്നു. പല്ല് എടുക്കാതെ തന്നെ ഇയാൾ കമ്പിട്ടു. 17,000 രൂപ എൻ്റെ അടുത്ത് റേറ്റ് പറഞ്ഞു. കാശ് വാങ്ങുന്നതല്ലാതെ ഒരു ആത്മാർത്ഥതയും ഞാൻ കണ്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എന്തായത് രണ്ടാമത് വേറൊരു ഡോക്ടറെ പോയി കണ്ടു. അയാളുടെ കോലമൊന്നും വെച്ച് കഴിഞ്ഞാൽ ഒന്നും പറയണ്ട എൻ്റെ പൊന്നേ, തെങ്ങും കമുകൊക്കെ വലിച്ചു കെട്ടുന്ന പോലെയൊക്കെ എൻ്റെ പല്ല് കെട്ടാൻ തുടങ്ങി. ഞാൻ പിന്നെ ഒരു എന്താ പറയുക സിംഗിൾ കമ്പി ഇട്ട് തുടങ്ങി. അപ്പോൾ അതിൽ യാതൊരു മാറ്റവും ഇല്ല കേട്ടോ. പല്ല് ഇങ്ങനെ തന്നെ തള്ളിയിരിക്കുക, യാതൊരു ചേഞ്ചും ഇല്ല. പക്ഷെ പെയിൻ ഉണ്ട്, ചെറുതായിട്ട് ഗ്യാപ്പ് അടയുന്നുണ്ട്. ഇത് മാത്രമേ ഉള്ളൂ ഒറ്റ കമ്പി ഇട്ടപ്പോൾ എനിക്കുള്ളത്. പിന്നെ ഞാൻ ഈ രണ്ടാമത് കമ്പി ഇട്ടെന്ന് പറഞ്ഞില്ല, ഇയാൾ എന്നെ 4 പല്ലെടുത്തിട്ടാണ് എനിക്ക് കമ്പി ഇട്ടത്. അപ്പോൾ അതിന് റേറ്റ് ഏകദേശം ഈ റേറ്റ് തന്നെ ആയിരുന്നു. പക്ഷെ എനിക്ക് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അതിന് മുന്നേ അത് എന്താ കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ എൻ്റെ കല്യാണമൊക്കെ ആയപ്പോൾ ഞാൻ തൃശ്ശൂരായിരുന്നു കേട്ടോ. എൻ്റെ വീട് ട്രിവാൻഡ്രം, പിന്നെ ഞാൻ തൃശ്ശൂർക്ക് വന്നു. അപ്പോൾ ഞാൻ അവിടുത്തെ ആ ഒരു ട്രീറ്റ്മെൻറ്റ് സ്റ്റോപ്പാക്കി ഞാൻ ഇപ്പോൾ ഉള്ള തൃശ്ശൂർ വന്നൊരു ദന്ത സ്പെഷ്യലിസ്റ്റിനെ കൊണ്ട് കാണിച്ചു. എൻ്റെ പൊന്നെ ഒന്നും പറയണ്ട, ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആളെൻ്റെ ആ ഒരു എന്താ പറയുക കമ്പി കെട്ടിയതിൻ്റെ ആ ഒരു ഇതും കാര്യമൊക്കെ കണ്ടിട്ട് പറഞ്ഞു, ഇങ്ങനെ നല്ല മോളെ ഇത് ആരാ ഇങ്ങനെ ചെയ്തത്, ഇത് കുറച്ച് ഏജ് ആയിട്ടുള്ള ഒരാളാണോ ചെയ്തത്, ഇതൊക്കെ പഴയ മെത്തേഡാണ് ഫോളോ ചെയ്തേക്കുന്നത്. കാരണം എൻ്റെ ഫേസെന്ന് വെച്ചാൽ വേറൊരു രീതിയായിരുന്നു. അപ്പോൾ ഇപ്പം കാണിച്ചാൽ അത് ജസ്റ്റ് ആകെ ഫുൾ എൻ്റെ അതൊക്കെ എടുത്ത് മാറ്റി ആകെ ഒട്ടിക്കൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പം എന്നിട്ട് ആൾ ഫസ്റ്റ് തൊട്ടേ തുടങ്ങി. എൻ്റെ മോണയുടെയൊക്കെ അവസ്ഥയെന്ന് വെച്ചാൽ വളരെ ശോകമായിരുന്നു. കാരണം മോണയൊക്കെ ഭയങ്കര പറ്റ അബദ്ധമായിരുന്നു. ഈ ഡോക്ടറെ യാതൊന്നും നോക്കാതെ അയ്യൊക്കെ തോന്നുന്ന പോലെയൊക്കെയാണ് ഇത് ട്രീറ്റ്മെൻറ്റ് ചെയ്തത്. പിന്നെ എൻ്റെ ലുക്കിൻ്റെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാട്ടോ. വളരെ ഞാൻ സാറ്റിസ്ഫൈഡായി. പെട്ടെന്ന് തന്നെ എൻ്റെ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായി. എൻ്റെ മോണയുടെ പ്രശ്നങ്ങളൊക്കെ മാറി. പല്ല് ചിലതൊക്കെ ആടുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഞാൻ 2 പ്രാവശ്യം ടീത്ത് ബ്രേസസ് ഇട്ടതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. അതിനുശേഷം ഞാനൊരു 2 വർഷം കണ്ടിന്യൂസ് ആയിട്ട് ഇത് യൂസ് ചെയ്തു. അതിനുശേഷം വന്ന മാറ്റമാണ് ഇത്. ഞാൻ ഈ കമ്പി ഊരുന്നതിന് തൊട്ട് മുന്നേ എടുത്ത പീക്കാണ് കേട്ടോ. അതിനുശേഷം എൻ്റെ ഒരു കോലം ഇതാണ്. വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു റിസൾട്ടാണ് എനിക്കുണ്ടായത്. അപ്പോൾ എനിക്ക് വന്ന റിസൾട്ട് ഇതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഈ പല്ലിൽ ബ്രേസസ് ഇടാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ 2-3 ഇടത്ത് പോവുക. എന്നിട്ട് അഭിപ്രായമൊക്കെ ചോദിച്ച് മനസ്സിലാക്കി എല്ലാ ഡീറ്റെയിലും അറിഞ്ഞതിന് ശേഷം നിങ്ങൾ ഇടാൻ വേണ്ടി നിൽക്കാവുള്ളൂ. അതുപോലെ തന്നെ ഈ ഇപ്പോൾ 2 വർഷത്തേക്കോ അല്ലെങ്കിൽ 3 വർഷത്തേക്കോ ആയിരിക്കും നമ്മുടെ ആ ഒരു ഫസ്റ്റത്തെ ബ്രേസസ് ഇടേണ്ട ആ ഒരു കാലാവധി എന്ന് പറഞ്ഞാൽ. അതിന് ശേഷം നമുക്ക് സിംഗിൾ കമ്പി തരും, സിംഗിൾ ബ്രേസസ് തരും. അതും നമ്മൾ ഇതുപോലെ ഒരു വർഷത്തോളം കാലം നമ്മൾ ഫുൾ ടൈം ഇട്ടേക്കണം. എങ്കിൽ മാത്രമേ മുന്നേ ഇപ്പം നമ്മളുടെ ആ ഒരു അലൈൻമെൻറ്റ് നിൽക്കുന്ന പോലെ പല്ല് സ്ഥിരമായിട്ട് നിൽക്കുള്ളൂ. പിന്നെ അല്ലെങ്കിൽ പിന്നെയും പല്ല് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാനും തള്ളാനും ഒക്കെ ചാൻസസ് ഉണ്ട്. ഇത്രയും നാളും നമ്മൾ 2 വർഷം കഷ്ടപ്പെട്ടതെല്ലാം ഈ 1 വർഷം കൂടി നമ്മൾ ഇട്ടെങ്കിൽ മാത്രമേ കാര്യമുള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് കിട്ടിയ പണി. അപ്പോൾ എൻ്റെ റിസൾട്ട് കണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.